ഹലോ എവ്രി വൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു DIY പേപ്പർ ബാഗാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള വെറും ഒരു A4 ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എൻ്റെ ഒരു യെല്ലോ കളർ പേപ്പർ ഉണ്ടായതുകൊണ്ട് ഞാൻ അതെടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഞാനിതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഇത് എൻ്റെ സ്വന്തം ഐഡിയ അല്ല ഗൈസ്, ഇതൊരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് എന്നും പറയാം, കട്ടിൽ ക്ലൗഡ് ഇൻസ്പയർ എന്നും പറയാം. നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഈസിയാണ്, പക്ഷേ കുറച്ച് ഫോൾഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. നല്ലോണം ഫോൾഡ് ചെയ്താൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫിനിഷിങ് നമുക്ക് കിട്ടും. ഞാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്നലെ ഞാനൊരു ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൽ ഞാൻ പോളറോയിഡ് സെല് ചെയ്യുന്നുണ്ട്. അപ്പം ആ പോളറോയിഡ്സൊക്കെ ഇനി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തിട്ടിട്ട് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രത്തോളം അടിപൊളിയായിരിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇനി ഓർഡേഴ്സ് വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം. ഗൈസ്, ഈ സ്റ്റെപ്പാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്, പക്ഷേ കാണുമ്പോൾ മനസ്സിലാവും, ചെയ്ത് നോക്കുമ്പോഴും മനസ്സിലാവും. ഇതെല്ലാം ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു റിബൺ വേണം. ഇതിനെ ഹാങ് ചെയ്തിടാനാണത്. ഞാൻ അതിനൊരു 4 ഹോൾസ് ഇടുന്നുണ്ട്. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിടാം. എന്ന് വെച്ചാൽ ഞാനത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ പഞ്ച് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂചിയോ പെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോൾഡ് ഇട്ട് കൊടുത്താൽ മതി. സിമ്പിൾ. ഇത് ഞാൻ ഇന്നലെ ഒരു ട്രയലിന് വേണ്ടിയിട്ട് 2 എണ്ണം ഉണ്ടാക്കി നോക്കിയതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് വന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ആ പിങ്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.